ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആൻഡ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങളുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അതായത് റോബർട്ട് മേർട്ടൺ, മലനോസ്കിയെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മെയിൻലി എന്താണ് സ്ട്രക്ചറലിസം, എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം, അതിനകത്ത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണ്, ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെയും സ്ട്രക്ചറലിസത്തിന്റെയൊക്കെ വക്താക്കൾ ആരൊക്കെയാണ്, അവരെ കുറിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു അവയർനെസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ലഭിക്കുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സിലബസിൽ പറയുന്ന ഓരോ വ്യക്തികളെ കുറിച്ചിട്ടും അവരുടെ കോൺട്രിബ്യൂഷൻസുകൾ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസ് പ്രകാരം നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലൂടെ കിടക്കാം. The field of anthropology and sociology to prominent theoretical approaches, structural functionalism and structuralism have been foundational in understanding societal and cultural systems. അതായത് നരവംശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം എന്നീ മേഖലകളിൽ രണ്ട് പ്രമുഖമായിട്ടുള്ള സൈദ്ധാന്തിക സമീപനങ്ങൾ, അതായത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം അതുപോലെ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഈ രണ്ട് അപ്രോച്ചസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചും സൊസൈറ്റിയിലെ കൾച്ചറൽ സിസ്റ്റത്തെ കുറിച്ചിട്ടും സാംസ്കാരികമായിട്ടുള്ള വ്യവസ്ഥകൾ സമൂഹത്തിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഘടനയെ കുറിച്ചിട്ട് സൊസൈറ്റിയുടെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ രണ്ട് കോൺസെപ്റ്റുകൾ എമേർജ് ചെയ്ത് വന്നു. മെയിൻലി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഈ ഒരു അപ്രോച്ചസ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ഡെവലപ്പായി വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് ബോത്ത് തിയറീസ് ഓഫർ ഡിസ്റ്റിങ്ക്റ്റീവ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഹൗ സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി, albeit with different underlying assumptions about social സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, എങ്ങനെ അത് ഫങ്ഷൻ ചെയ്യുന്നു, ഈ ഡിഫറെന്റ് പാർട്ടുകളൊക്കെ അല്ലെങ്കിൽ ഈ ഡിഫറെന്റ് പാർട്ടുകളെല്ലാം കൂടി ഏകീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഫങ്ഷനിങ് ചെയ്യുന്നത്, നമ്മുടെ സാമൂഹിക ഘടനകളെല്ലാം ഏകീകരിച്ചുകൊണ്ട് സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ, സമൂഹത്തിൽ എങ്ങനെ ഇതിലൂടെ ഒരു ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പായി വന്നിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പെർസ്പെക്റ്റീവ്സ് ആണ് സ്ട്രക്ചറലിസവും സ്ട്രക്ചറൽ ഫങ്ഷണലിസവും. ക്ലിയർ? ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഈ ഒരു അപ്രോച്ചസിന് ഇല്ല നമുക്ക് രണ്ടായിട്ട് വേർതിരിച്ച് പറയാം. ഫസ്റ്റ് വൺ സ്ട്രക്ചർ എന്നും മറ്റൊന്ന് ഫങ്ഷണലിസം എന്നും. അതായത് നമുക്ക് ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഫങ്ഷണലിസ്റ്റ് കോൺസെപ്റ്റുകൾ. അതിൽ നമ്മൾ അഗസ്റ്റ് കോംഡെയെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ എം ഇ ഡർക്കെയും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുമായി ബന്ധപ്പെടുത്തി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് കോൺസെപ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു ട്രെൻഡിങ് കോൺസെപ്റ്റ് ആണ് ഫങ്ഷണലിസം. അതിനെ തുടർന്നാണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസവും സ്ട്രക്ചറലിസവും ഒക്കെ ഡെവലപ്പായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഡെവലപ്പായി വന്നിട്ടുള്ള ട്രെൻഡിങ് കോൺസെപ്റ്റുകളാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താണ് ഈ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് പുട്ട് ഫോർവേഡ് ബൈ ഹെർബർട്ട് സ്പെൻസർ. ഓക്കെ, ഹെർബർട്ട് സ്പെൻസർ ആണ് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ആശയം മെയിൻലി കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഐഡിയ അതിനെ അഗസ്റ്റ് കോംഡെയും എം ഇ ഡർക്കെയും ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ആശയം, ആ ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്തത് ആരാണ്? ബൈ ഹെർബർട്ട് സ്പെൻസർ ആണ്. നോക്കുക, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ഓർഗാനിക് അനലോഗി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓർഗാനിക് അനലോഗി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ബേസിക്കലി ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് ഹെർബർട്ട് സ്പെൻസർ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അദ്ദേഹത്തിന്റെ ഈ ഒരു ആശയമാണ് അഗസ്റ്റ് കോംഡെ, നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്ന വ്യക്തി അഗസ്റ്റ് കോംഡെയും എം ഇ ഡർക്കെയും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഹെർബർട്ട് സ്പെൻസറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഓർഗാനിക് അനലോഗി. അപ്പൊ ഓർഗാനിക് അനലോഗിയിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി നിങ്ങൾ ചിന്തിച്ചേ, നമ്മുടെ ഈ ഒരു ശരീരത്തിൽ ഒരുപാട് പാർട്സുകളുണ്ട്. കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, ചെവിയുണ്ട്, അല്ലെ? ഇങ്ങനെ ഒരുപാട് ബോഡി പാർട്സുകളുണ്ട്, ഹാർട്ട് ഉണ്ട്, അല്ലെ? ഇപ്പൊ ഈ ബോഡി പാർട്സുകളെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഏകീകരിച്ചുകൊണ്ടാണ് ബോഡി എന്ത് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ പാർട്സുകളെല്ലാം ഒരുമിച്ച് ഏകീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഒരുമിച്ച് ഏകീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ജീവനുള്ള ഒരു ശരീരമായിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് സൊസൈറ്റിയും എന്നാണ് ഈ ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. സൊസൈറ്റിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സുകളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ
സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സ്ട്രക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്സ്. സൊസൈറ്റിയിലെ ഒരുപാട് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും റിലീജിയനും ഇതൊക്കെയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു പാർട്സുകളാണ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ സോഷ്യൽ ഫാക്ട്സ് ഇതെല്ലാം എന്താണ്? നമ്മുടെ സൊസൈറ്റിയുടെ പാർട്സുകളാണ് അല്ലെങ്കിൽ സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാം. ഇത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്, ഫങ്ഷൻ അതെങ്ങനെയാണ് അതിന്റെ ഡ്യൂട്ടി ക്യാരി ചെയ്യുന്നത്? ഈ ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ ഫാക്ട്സുകളും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഡ്യൂട്ടി ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്സ്. അപ്പൊ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടി ക്യാരിഡ് ഓൺ ബൈ ഈച്ച് പാർട്സ്. ഓരോ പാർട്സും എന്തൊക്കെ ഡ്യൂട്ടിയാണ് ക്യാരി ചെയ്യുന്നത് എന്ന് അതിന്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓരോ പാർട്സും എന്തൊക്കെ ഡ്യൂട്ടിയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ നിരവധി പാർട്സുകളുണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ട്. എന്താണിത്? മീൻസ് നിരവധി പാർട്സുകളുണ്ട്, അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ ഫാക്ട്സ്, എം.എ.ഡക്കയും പറഞ്ഞ സോഷ്യൽ ഫാക്ട്സുകൾ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം സൊസൈറ്റിയിലുള്ള പാർട്സുകളാണ്. ഇത് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതാണ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്താൽ മാത്രമേ ആ ഒരു സൊസൈറ്റി എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഓരോ പാർട്സും നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാർട്സ് അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി വളരെ വെൽ ആയിട്ട് പെർഫോം ചെയ്യും. അങ്ങനെ വരുമ്പോൾ സൊസൈറ്റിയുടെ ഫങ്ഷൻ എന്ത് ചെയ്യപ്പെടും? വളരെ സുഗമമായിട്ട് ഏകീകരിച്ചുകൊണ്ട് നല്ല രീതിക്ക് പ്രവർത്തിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഫങ്ഷണലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇവിടെ സ്ട്രക്ചറിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലെ നിരവധി പാർട്സുകളുണ്ട്. ഈ പാർട്സുകളുടെ എല്ലാം ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി വെരി ലാർജ് സ്കെയിൽ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഇത്തരത്തിൽ ഒരു വലിയ രീതിക്ക് അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിലിൽ നോക്കി കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷണലിസ്റ്റ് ആശയം എന്ന് പറയുന്നത്. സോ ഇതിൽ സമൂഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഘടനകൾ കൊണ്ടാണ് എന്നാണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ കൊണ്ടാണെന്നൊക്കെയാണ് ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഫങ്ഷണലിസ്റ്റ് കോൺസെപ്റ്റുകൾ സ്ട്രക്ചറിന് ഒരു പ്രാധാന്യമായി അവിടെ വന്നത്. അപ്പോൾ അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് എഡ്യൂക്കേഷൻ, മാരേജ്, റിലീജിയൻ ഇതൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതായത് സോഷ്യൽ ഫാക്ട്സ്, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് സൊസൈറ്റി മേക്ക് ചെയ്യപ്പെടുന്നു എന്നാണ് ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ഈ ഓരോ പാർട്സും, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ ഓരോ പാർട്സിനും അതിൻ്റെതായിട്ടുള്ള എല്ലാം ഇന്റർഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നു, എല്ലാം പരസ്പരം ഇന്റർഡിപ്പെൻഡന്റ് ആണ്. അവരെ ഏകീകരിച്ചുകൊണ്ട് ഈ എല്ലാ ഈച്ച് പാർട്സ് ഏകീകരിച്ചുകൊണ്ട് പെർഫോം ചെയ്യുമ്പോഴാണ് സൊസൈറ്റിയിൽ ഫങ്ഷൻ ബെറ്റർ ആയിട്ട് നടക്കുന്നത് എന്നാണ് ഫങ്ഷണലിസ്റ്റുകൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകളൊക്കെ മേളിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഫങ്ഷണലിസത്തിന് പ്രധാനമായും 3 പോസ്റ്റുലേറ്റ്സുകൾ അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് പോസ്റ്റുലേറ്റ്സ് ഓഫ് യൂണിറ്റി, postulates of functional unity and postulates of functionalism and postulates of indispensability, അല്ലെങ്കിൽ എന്താണ് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പോസ്റ്റുലേറ്റ്സ്, അതായത് ഇൻഡിസ്പെൻസിബിലിറ്റി. ഓക്കെ, അങ്ങനെ എന്താണ് ഈ ഫങ്ഷണലിസത്തിൽ തന്നെ 3 പോസ്റ്റുലേറ്റ്സ് പറയുന്നുണ്ട്. ഇതിൽ ഇൻഡിസ്പെൻസിബിലിറ്റി, പോസ്റ്റുലേറ്റ്സ് ഓഫ് ഇൻഡിസ്പെൻസിബിലിറ്റി, പോസ്റ്റുലേറ്റ്സ് ഓഫ് യൂണിവേഴ്സൽ ഫങ്ഷണലിസം, ഈ 2 പോസ്റ്റുലേറ്റ്സിന്റെയും വക്താവ് എന്ന് പറയുന്നത് മെയിൻലി മലിനോവ്സ്കി ആണ്. മലിനോവ്സ്കിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. എനിവേ, അപ്പോൾ എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഇസ് എ സോഷ്യോളജിക്കൽ ആൻഡ് ആന്ത്രോപോളജിക്കൽ പെർസ്പെക്റ്റീവ് that possesses that each part of society serves a purpose contributing to the stability and the equilibrium of whole. Okay, അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഇവിടെ സ്ട്രക്ചറലിസം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു സോഷ്യോളജിക്കൽ ആൻഡ് ആന്ത്രോപോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. അതായത് സാമൂഹ്യ ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ആന്ത്രോപോളജിയിലും ഒക്കെ ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്, ഒരു കാഴ്ചപ്പാടാണ് എന്തെന്ന് പറയുന്നത്? ഘടനാപരമായിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനാത്മകത, സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. For this theory emerged in the early 20th century as scholars sought to understand societies as cohesive system where each component plays a critical role in maintaining social order. Okay, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ
ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു തിയറി പ്രകാരം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, ഒരു പെർസ്പെക്റ്റീവ് പ്രകാരം ഇത് എമേർജ് ചെയ്തിട്ടുള്ളത് ഏർലി 20th സെഞ്ചുറിയിലാണ്. അപ്പൊ ഇതിന്റെ വക്താക്കൾ അല്ലെങ്കിൽ ഇതിന്റെ സ്കോളേഴ്സ്, സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ സ്കോളേഴ്സ് പറയുന്നത് അവർ സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത് ടു അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റീസ് ആസ് കൊഹസീവ് സിസ്റ്റം, അതൊരു കൊഹസീവ് സിസ്റ്റം ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. വേർ ഈച്ച് കമ്പോണന്റ്, അതായത് സൊസൈറ്റിയിലുള്ള ഡിഫറെന്റ് പാർട്സുകൾ, ആ കമ്പോണൻസുകളൊക്കെ എന്താണ് അവരുടേതായിട്ടുള്ള ആ ഓരോ പാർട്സും അല്ലെങ്കിൽ ഓരോ കമ്പോണൻസും സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകട്ടെ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഫാമിലി, മാരേജ്, അതുപോലെ റിലീജിയൻ, ഇത് ഏതും ആവട്ടെ അതിൻ്റെതായിട്ടുള്ള ഒരു റോള്, ഒരു ക്രിട്ടിക്കൽ റോള് വഹിക്കുന്നുണ്ട്. അതിന് എന്താണ് ആ ഒരു റോള് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു സോഷ്യൽ ഓർഡർ, സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ദ തിയറി വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ഷേപ്പിംഗ് സോഷ്യൽ സയൻസ് റിസർച്ച്, എസ്പെഷ്യലി ഇൻ ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി, വെർ ഇറ്റ് വാസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഹൗ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ സ്റ്റെബിലിറ്റി. അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് പ്രകാരം ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സൊസൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ എങ്ങനെയാണ് സൊസൈറ്റൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റെബിലിറ്റി, സാമൂഹിക സ്ഥിരത, ഒരു സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് മെയിൻലി സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ മെയിൻലി തൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ഇവരുടെ ഒരു പെർസ്പെക്റ്റീവിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ സൊസൈറ്റൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻലി ഇവർ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിലൂടെ, ഈ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ ആരൊക്കെയാണ്? ഇൻക്ലൂഡ് ബ്രൊനിസ്ലാവ് മാലിനോവ്സ്കി, A.R. റാഡ്ക്ലിഫ് ബ്രൗൺ, ടാൽകോട്ട് പാഴ്സൺ, റോബർട്ട് K. മെർട്ടൺ, ഇവരൊക്കെ പ്രധാനപ്പെട്ട വക്താക്കളാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ. ഇപ്പൊ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസുകൾ നമുക്ക് മാലിനോവ്സ്കി, റാഡ്ക്ലിഫ് ബ്രൗണിനെ കുറിച്ച്, ടാൽകോട്ട് പാഴ്സണിനെ കുറിച്ചൊക്കെ നമുക്ക് നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോൾ ഈ ഇവരുടെയൊക്കെ വർക്കുകൾ, ഇവരുടെയൊക്കെ തിയറികളൊക്കെ നമ്മൾ പഠിക്കുന്നതാണല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, നമ്മുടെ സിലബസ് പ്രകാരം ഓരോ വ്യക്തികളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഈ വക്താക്കളെ കുറിച്ചിട്ടും അവരുടെ വർക്കുകൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയായിരിക്കും ചെയ്യാറ്. ഓക്കെ, so each of these scholars brought unique insights into how societal structures function to maintain social cohesion and address social needs. അപ്പോൾ ഈ ഓരോ വ്യക്തികളും, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ വക്താക്കളായിട്ടുള്ള മാലിനോവ്സ്കി ആയിക്കോട്ടെ, റാഡ്ക്ലിഫ് ബ്രൗൺ ആയിരുന്നാലും, ടാൽകോട്ട് പാഴ്സൺ ആയിരുന്നാലും, റോബർട്ട് K. മെർട്ടൺ ആയിരുന്നാലും, ഇവരൊക്കെ ഇവരുടെ വർക്കുകളിലൂടെ എങ്ങനെയാണ് സൊസൈറ്റി സ്ട്രക്ചേഴ്സ് സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ കൊഹഷനും അതുപോലെ തന്നെ സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ സോഷ്യൽ കൊഹഷനും ഓർഡറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സോഷ്യൽ സ്ട്രക്ചേഴ്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുകയും പഠനങ്ങൾ നടത്തുകയും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തിയറികളിലൂടെ അവരുടെ കോൺട്രിബ്യൂഷൻസിലൂടെയൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. മാലിനോവ്സ്കി, റോബർട്ട് K. മെർട്ടൺ, ടാൽകോട്ട് പാഴ്സൺ, അല്ലെ, അങ്ങനെ കുറച്ച് പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇവർ ഓരോരുത്തരെയും അവരുടെ കോൺട്രിബ്യൂഷൻസുകൾ, അവരുടെ ലൈഫ് ഹിസ്റ്ററി നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ബ്രൊനിസ്ലാവ് മാലിനോവ്സ്കി. എന്താണ് ബ്രൊനിസ്ലാവ് മാലിനോവ്സ്കി? അദ്ദേഹം 1884 ജനിക്കുന്നു, 1942 മരണപ്പെടുവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ്. അപ്പോൾ ഒരു സോഷ്യോളജിസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റ് എന്നുള്ള രീതിക്കാണ് ഫേമസ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബർത്ത് എന്ന് പറയുന്നത് April 7, 1884, ക്രാക്കോ, പോളണ്ട്. ഓക്കെ, പോളണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നെറ്റ് എക്സാമിന് നമുക്കിപ്പോൾ ഈ ഇയർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സോഷ്യോളജിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട തിയറിറ്റിക്കൽ കോൺസെപ്റ്റുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ അവരുടെ ജനന ഡേറ്റ് അല്ലെങ്കിൽ ഇയർ, അവർക്ക് അവാർഡ് ലഭിക്കുന്ന ആ ഒരു ഇയർ, അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇയർ, അവർക്ക് പ്രധാനപ്പെട്ട അവരുടെ മേജർ വർക്ക് അത് പബ്ലിഷ് ചെയ്ത ഇയർ, അതുപോലെ എവിടെയാണ് ജനിക്കുന്നത്, അതൊരു ഇതൊക്കെ എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്, മാലിനോവ്സ്കിയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആന്ത്രോപോളജിസ്റ്റ് ആണ്. അദ്ദേഹം 1884 April 7 ജനിക്കുന്നു. അതെവിടെയാണ്? ക്രാക്കോ, പോളണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അദ്ദേഹം മരണപ്പെടുന്നത് 1942 May 16 അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്റ്റിക്കട്ട്, USA, ന്യൂ ഹാവൻ, കണക്റ്റിക്കട്ട്, USA വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്.
ഓക്കെ. അപ്പോൾ പോളണ്ടിൽ ജനിക്കുന്നു, USA മരണപ്പെടുന്നുണ്ട്. അദ്ദേഹം എന്താണ്, ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ്. 1784 അദ്ദേഹം ജനിക്കുന്നത്. 1942 അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇയറൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷണലിസ്റ്റ്, ആന്ത്രോപോളജിയിൽ നരവംശ ശാസ്ത്രത്തിലെ ഫങ്ഷണലിസത്തിന്റെ ആശയം കുറച്ചുകൂടി വ്യാപകമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മലിനോവ്സ്കി എന്ന് നമുക്ക് പറയാം. മലിനോവ്സ്കി is widely known as the founding figure of functionalism in anthropology, a theory which suggests that cultural practices serve to meet the essential need of individual within a society. His approach, often termed basic functionalism, emphasized that every cultural component serves a functional role, including meeting biological, സൈക്കോളജിക്കൽ ഔർ സോഷ്യൽ നീഡ്സ്. അപ്പൊ ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആന്ത്രോപോളജിയിൽ, നരവംശാസ്ത്രത്തില് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു ആശയം വൈഡ്ലി സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, മലിനോവ്സ്കി. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ബേസിക് ഫങ്ഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ചിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിലെ വ്യക്തികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സാംസ്കാരിക സമ്പ്രദായങ്ങൾ, കൾച്ചറൽ പ്രാക്ടീസസുകൾ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് എന്നത് മനസ്സിലാക്കി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സാംസ്കാരിക സമ്പ്രദായങ്ങൾ, കൾച്ചറൽ പ്രാക്ടീസസ് ഒരു സൊസൈറ്റിയിലെ ആൾക്കാരുടെ എസെൻഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തം, ഒരു അപ്രോച്ച് ആയിരുന്നു ബേസിക് ഫങ്ഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അപ്രോച്ച്. ഇതിലൂടെ ഈ ബേസിക് ഫങ്ഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്, ജൈവപരമായോ മനഃശാസ്ത്രപരമായോ സാമൂഹികമായോ ആയ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഉൾപ്പെടെ എല്ലാ സാംസ്കാരിക ഘടകങ്ങളും ഒരു പ്രവർത്തനപരമായ പങ്ക് വഹിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്, എല്ലാ കൾച്ചറൽ കമ്പോണന്റുകളും അവരുടെ ഈ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ, സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് കൾച്ചറൽ കമ്പോണന്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദിസ് കോൺസെപ്റ്റ് emerged in the early 20th century and gained prominence through Malinowski's fieldwork among the Trobriand Islands, which he conducted from 1915 to 1918. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ ഈ ബേസിക് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം ആന്ത്രോപോളജിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലൂടെ അദ്ദേഹം പറയുന്നത്, ഈ കൾച്ചറൽ പ്രാക്ടീസസുകൾ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളെ അവന്റെ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ നീഡ്സിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരു ഫങ്ഷനിങ് ചെയ്യുന്നതിന്, ഇത്തരത്തിലുള്ള റോളുകൾ ഫങ്ഷനിങ് ചെയ്യാൻ വ്യക്തികളെ സഹായിക്കുന്നു കൾച്ചറൽ കമ്പോണന്റുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സാംസ്കാരികമായിട്ടുള്ള ഘടനകൾക്ക് അല്ലെങ്കിൽ കമ്പോണൻസിന് വ്യക്തികളുടെ ലൈഫിൽ പ്രാധാന്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ ഒരു സാംസ്കാരികപരമായിട്ടുള്ള കമ്പോണൻസും അതും എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ ആവശ്യമാണ്, സൊസൈറ്റിയിലെ വ്യക്തികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമാണ്. അതുകൂടി പരിഗണിച്ചാൽ മാത്രമേ സൊസൈറ്റി നല്ല രീതിക്ക് ഫങ്ഷൻ ചെയ്യൂ എന്നുള്ള ലെവലിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്തിട്ടുള്ളത് 20th സെഞ്ചുറിയിലാണ്. അദ്ദേഹം ട്രൊബിയാഡ് ഐസ്ലാൻഡിൽ വർക്ക് ചെയ്ത് ഫീൽഡ് വർക്കൊക്കെ നടത്തിയിട്ട് 1915 to 18 ആ ഒരു കാലഘട്ടത്തിൽ ഫീൽഡ് വർക്കൊക്കെ നടത്തി, ആ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാടിനെ ശരിവെക്കുന്ന തരത്തിൽ പഠനങ്ങളൊക്കെ നടത്തി അദ്ദേഹം പഠനം നടത്തിയ ശേഷമാണ് ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് 20th സെഞ്ചുറിയിൽ. ഓക്കെ. ഓക്കെ. അപ്പോൾ മലിനോവ്സ്കിയുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ആർഗനോട്ട്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക്. 1922 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. So this work is one of the most influential ethnographic studies introducing participant observation as a research method. അതായത് റിസർച്ച് മെത്തേഡല്ല, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അദ്ദേഹം പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന റിസർച്ച് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ആർഗനോട്ട്സ് ഓഫ് ദ വെസ്റ്റേൺ പസഫിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വർക്ക്. അത് ഒരുപാട് എത്നോഗ്രാഫിക് സ്റ്റഡീസിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള, സ്വാധീനമുള്ള, അതായത് നരവംശ ശാസ്ത്ര പഠനങ്ങളിൽ സ്വാധീനമുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണിത്. നെക്സ്റ്റ്, ഇത് സെക്ഷൽ ലൈഫ് ഓഫ് സേവേജസ് ഇൻ നോർത്ത് വെസ്റ്റേൺ മലനേഷ്യ. 1929 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിലൂടെ ടു എക്സ്പ്ലോസ് ദ സെക്ഷൽ കസ്റ്റംസ് ഓഫ് ദ ട്രൊബിയാൻഡ് ഐസ്ലാൻഡ്സ്. നമ്മൾ പറഞ്ഞു 1915 to 18 ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്താണ് ഫീൽഡ് വർക്ക് നടത്തിയിട്ടുണ്ട് അല്ലേ. അതായത് ട്രൊബിയാൻഡ് ദ്വീപുകാർക്കിടയിൽ, അല്ലെങ്കിൽ ആ ഒരു ഐസ്ലാൻഡ്സിലെ വിഭാഗക്കാർക്കിടയിൽ അദ്ദേഹം ഫീൽഡ് വർക്ക് നടത്തിയിട്ടുണ്ട്.
അപ്പൊ ആ ഒരു ട്രൈബ് അല്ലെങ്കിൽ ആ ഒരു ഐസ്ലാൻഡിലെ ആൾക്കാർക്കിടയിലെ സെക്ഷൽ കസ്റ്റംസുകൾ എങ്ങനെയാണ്, അവരുടെ ലൈംഗിക ആചാരങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് സെക്ഷൽ ലൈഫ് ഓഫ് ദ സേവേജസ് ഇൻ നോർത്ത് വെസ്റ്റേൺ മലനേഷ്യ. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് കോറൽ ഗാർഡൻസ് ആൻഡ് ദെയർ മാജിക്. 1935 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ഹോർട്ടിക്കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് മാജിക് റിച്വൽസ് ഇൻ ദ ട്രൊബിയാൻ ഐസ്ലാൻഡ്സ്. അതായത് ട്രൊബിയാൻ ഐസ്ലാൻഡ്സിലെ ആ ആൾക്കാർക്കിടയിൽ അല്ലെങ്കിൽ ആ ദ്വീപുകൾക്കിലെ ഹോർട്ടിക്കൾച്ചറൽ രീതികളും മാന്ത്രിക ആചാരങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഒരു ഐസ്ലാൻഡിലെ വിഭാഗക്കാർക്കിടയിൽ അവിടെ മാന്ത്രികമായിട്ടുള്ള ആചാരങ്ങൾ എങ്ങനെയാണ്, ഹോർട്ടിക്കൾച്ചറൽ രീതികൾ എങ്ങനെയെന്നൊക്കെയാണ് മെയിൻലി ഈ ഒരു വർക്കിലൂടെ അല്ലെങ്കിൽ തന്നെ ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. അപ്പോൾ കൾച്ചറുമായി ബന്ധപ്പെടുത്തിയിട്ട്, സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കൂടുതൽ പഠനങ്ങളിൽ സംസ്കാരവും എന്താണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ് എന്നുള്ള ലെവലിൽ അദ്ദേഹം മലിനോസ്കി പറയുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ കൾച്ചറിനെ കുറിച്ചിട്ടുള്ള എന്താണ് ഡെഫിനിഷനൊക്കെ വളരെ ഫേമസ് ആണ്. അത് കൾച്ചർ എന്ന് പറയുന്ന ഒരു ക്യുമുലേറ്റീവ് ക്രിയേഷൻ ഓഫ് മാൻ എന്നാണ് മലിനോസ്കി പറയുന്നത്. അതായത് മനുഷ്യന്റെ ഒരു ക്യുമുലേറ്റീവ് ക്രിയേഷൻ ആണ് അവന്റെ സംസ്കാരം എന്നൊക്കെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സംസ്കാരം മനുഷ്യ ജീവിതത്തിന്റെ സമൂഹത്തിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സംസ്കാരവും ഒരു ഘടകമാണ് എന്നുള്ള ലെവലിലാണ് മലിനോസ്കി തന്റെ ബുക്കുകളിലൂടെയൊക്കെ പറയുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോ മലിനോസ്കിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡ്സുകൾ അല്ലെങ്കിൽ ബഹുമതികളാണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. അദ്ദേഹത്തിന് എടുത്ത് പറയത്തക്ക അവാർഡ്സുകളൊന്നും ലഭിച്ചിട്ടില്ല കേട്ടോ. അതായത് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, അതായത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു റിസർച്ച് മെത്തഡോളജി, റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ ആന്ത്രപ്പോളജിക്കൽ മെത്തേഡ്സിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി ആദ്യമായിട്ട്. സോ അത് വളരെയധികം ഇൻഫ്ലുവൻസിങ് ആയിരുന്നു. നരവംശ ശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ ഒരു പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറയുന്നത്. ആൻഡ് ബ്രണിസ്ലാവ് മലിനോസ്കി ഈസ് എ പോളിഷ് ബ്രിട്ടീഷ് ആന്ത്രപ്പോളജിസ്റ്റ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു പോളണ്ടുകാരനാണ്. അതുപോലെ തന്നെ ബ്രിട്ടനിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതകാലമൊക്കെ. അപ്പോൾ അദ്ദേഹം ഒരു പോളിഷ് ബ്രിട്ടീഷ് ആന്ത്രപ്പോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഹീസ് നോട്ട്സ് ഫോർ ഹിസ് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് ഇൻ ആന്ത്രപ്പോളജിയിൽ അദ്ദേഹം ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനെ നമ്മൾ ഫങ്ഷണലിസം അല്ലെങ്കിൽ ബേസിക് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ആൻഡ് മലിനോസ്കി ഡെവലപ്ഡ് ഹിസ് ഐഡിയാസ് primarily through the ethnographic work in the Trobriand Islands, where he focused on how various cultural practices sought to meet individual and collective human needs. അപ്പോൾ മലിനോസ്കി തന്റെ ഈ ഒരു ഐഡിയ ഫങ്ഷണലിസം അല്ലെങ്കിൽ ബേസിക് ഫങ്ഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ എന്താണ് എത്നോഗ്രാഫിക് വർക്കിലൂടെ, അതായത് ട്രൊബിയാൻഡ് ഐസ്ലാൻഡ്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഫീൽഡ് വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഈ എത്നോഗ്രാഫിക് വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം തന്റെ ഈ ഒരു ഐഡിയ ഫങ്ഷണലിസം അല്ലെങ്കിൽ ബേസിക് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്തത്. സോ ഇതിലൂടെ അദ്ദേഹം പറയുന്നത് വേരിയസ് ആയിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസസ്, വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക സമ്പ്രദായങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സമൂഹത്തിലെ വ്യക്തികളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് സഹായിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം തന്റെ ഈ ഒരു കോൺസെപ്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Clear? And Malinowski's approach to functionalism suggests that cultural practices, beliefs, and institutions exist because they fulfill essential biological, psychological, or social needs. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, അതായത് സാംസ്കാരിക സമ്പ്രദായങ്ങളും വിശ്വാസങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ എന്താണ് മനുഷ്യരുടെ സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് ബയോളജിക്കൽ നീഡ്സിലൊക്കെ എങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നതിലേക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം മെയിൻലി ഈ ഒരു അപ്രോച്ചിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, for instance, he argued that practices like kinship rules and religious rituals functions to reinforce social cohesion and provide emotional security. Malinowski's work underscored the practical function of cultural practices and challenged anthropologists to consider how these practices meet the needs of individuals within society. അതായത് അദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്കിലൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. സോ ഇത് മറ്റ് ആന്ത്രോപോളജിസ്റ്റുകൾക്കും ഒരു വെല്ലുവിളിയായിട്ടാണ് അദ്ദേഹത്തിന്റെ വർക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, മാറിയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആണ് AR റാഡ്ക്ലിഫ് ബ്രൗൺ. 1881 ജനുവരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ്? ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് 1995 ഒക്ടോബർ 24 ലണ്ടനിൽ, ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്.
ഓക്കെ. അപ്പോൾ ജനന സ്ഥലവും മരണസ്ഥലവും ഇംഗ്ലണ്ട് ആണ് എന്നുള്ളത്, അതായത് മീൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അദ്ദേഹം ഒരു എന്താണ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താണ്? സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആണ് റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, റാഡ്ക്ലിഫ് ബ്രൗൺ വാസ് ദ പ്രൊപ്പോണന്റ് ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഇൻ ആന്ത്രോപോളജി. ആന്ത്രോപോളജിയിൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ആശയം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ആരാണ്? അല്ലെങ്കിൽ ബേസിക് ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ആശയം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ആരാണ്? അത് മൽനോസ്കി ആയിരുന്നു അല്ലെ? ആരാണ്? അത് മൽനോസ്കി ആയിരുന്നു. ആറ്റ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു ആശയം ആന്ത്രോപോളജിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത, അല്ലെങ്കിൽ ആന്ത്രോപോളജിയിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഡെവലപ്പ് ചെയ്തെടുത്ത അതിന്റെ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് റാഡ്ക്ലിഫ് ബ്രൗൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. His approach focus on social structures and their role in maintaining social stability. അതായത് സാമൂഹിക സ്ഥിരത, സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സോഷ്യൽ സ്ട്രക്ചറിന്, സാമൂഹിക ഘടനയ്ക്കുള്ള പങ്ക് എന്താണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അപ്രോച്ചിലൂടെ, സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഈ ഒരു അപ്രോച്ചിലൂടെ അദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. His work proposed that societies function as coherent system of interrelated parts, analogous to biological organism, where each part contribute to social stability and order. അപ്പോൾ എന്താണ് റാഡ്ക്ലിഫ് ബ്രൗൺ പറയുന്നത്? നമ്മുടെ ബോഡി, ഞാൻ തുടക്കത്തിൽ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നല്ലോ, അതുപോലെ തന്നെ ഒരു എന്താണ് ഓർഗാനിക് അനലോഗിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അതായത് ബോഡി, നമ്മുടെ ഹെർബർട്ട് സ്പെൻസറിന്റെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? അതായത് ഒരു ബോഡി ഫങ്ഷൻ ചെയ്യാനാണെങ്കിൽ ബോഡിയിൽ ഒരുപാട് പാർട്ടുകളുണ്ട്. ഈ പാർട്ടുകളെല്ലാം ഇന്റർറിലേറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ജീവനുള്ള ഒരു ശരീരമായിട്ട് മാറുന്നത് അല്ലെ? അപ്പൊ അവിടെ എന്താണ്, ഒരു ബോഡിക്ക് ഈ പാർട്സുകൾ, ഈ ശരീരഭാഗങ്ങളെല്ലാം പ്രധാനമാണ്. അതെല്ലാം നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. എന്നാൽ മാത്രമേ ജീവനും അല്ലെങ്കിൽ തേജസ്സുള്ള ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടാകത്തുള്ളൂ അല്ലെ? അതുപോലെയാണ് സമൂഹവും. സമൂഹത്തിൽ ഒരുപാട് പാർട്സുകൾ ഉണ്ട്. അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സൊസൈറ്റൽ ഫാക്ട്സ്, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരുപാട് പാർട്സുകൾ ഉണ്ട്. ഈ പാർട്സുകളെല്ലാം എന്താണ്, ഒരു വെള്ളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറൊക്കെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുമ്പോഴാണ്, ഈ പാർട്ടുകളെല്ലാം ഇന്റർറിലേറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ്, കണക്ട് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുമ്പോഴാണ് സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിയും സോഷ്യൽ ഓർഡറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ആര് പറയുന്നത്? റാഡ്ക്ലിഫ് തന്റെ ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, ബയോളജിക്കൽ ഓർഗാനിസത്തെ പോലെ തന്നെയാണ് സൊസൈറ്റിയിലും ഒരുപാട് ഇന്റർറിലേറ്റഡ് പാർട്സുകളുണ്ട്. ഈ ഇന്റർറിലേറ്റഡ് പാർട്സുകളുടെ ഫങ്ഷനിങ് ആണ് സൊസൈറ്റിയിൽ നല്ല രീതിക്കുള്ള ഫങ്ഷനാണ് സോഷ്യൽ സ്റ്റെബിലിറ്റി, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നത്. ഹിസ് ഐഡിയ were formulated and developed through his field work in Australia, the Andaman Island and Africa. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രിബിയൻ ഐസ്ലാൻഡിൽ പഠനം നടത്തിയ, ഫീൽഡ് വർക്ക് നടത്തിയ വ്യക്തി മൽനോസ്കി ആണ്. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗൺ ഫീൽഡ് വർക്ക് നടത്തിയിട്ടുണ്ട്. എന്താണ്? ഹിസ് ഐഡിയ were formulated and developed through his field work in Australia. അപ്പോൾ ഓസ്ട്രേലിയയിലെ ആൻഡമാൻ ഐസ്ലാൻഡ്സിൽ, ആഫ്രിക്കയിലൊക്കെ ഫീൽഡ് വർക്ക് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി, ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? A.R. റാഡ്ക്ലിഫ് ബ്രൗൺ ആണ്. അപ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതായത് ഫീൽഡ് വർക്ക് ആൻഡമാൻ ഐസ്ലാൻഡ്സിലൊക്കെ ഫീൽഡ് വർക്ക് നടത്തിയിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റ്, സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആരും നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അത് ആരാണ്? അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ആരാണിത്? റാഡ്ക്ലിഫ് ബ്രൗൺ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഫീൽഡ് വർക്കിലൂടെയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു അപ്രോച്ച് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തത്. ആന്ത്രോപോളജിയിൽ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് ആരാണ്? റാഡ്ക്ലിഫ് ബ്രൗൺ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും രണ്ടെണ്ണം നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ആൻഡമാൻ ഐസ്ലാൻഡേഴ്സ്, 1922 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ മെയിൻലി അദ്ദേഹം എന്താണ്, ഫൗണ്ടേഷൻ ഓഫ് വർക്ക് എക്സ്പ്ലോറിംഗ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് കിൻഷിപ്പ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ എമംഗ് ദ ആൻഡമാനീസിന്റെ ഇടയിൽ എന്താണ്, ആൻഡമാനീസ് തമ്മിലുള്ള ബന്ധത്തിന്റെയും അവിടെ സാമൂഹിക ഘടനയുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക ഘടനയെ പര്യവേഷണം ചെയ്യുന്ന ഒരു അടിസ്ഥാന കൃതിയായിരുന്നു ആൻഡമാൻ ഐസ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്ക്. നെക്സ്റ്റ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി, 1952 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇതിലൂടെ കളക്ഷൻ ഓഫ് എസ്സേസ് ആർട്ടിക്കുലേറ്റിംഗ് ഹിസ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ആൻഡ് ഹിസ് ബിലീവ് ഇൻ സോഷ്യൽ ആന്ത്രോപോളജി ആസ് എ സയൻസ്. ഇപ്പൊ സോഷ്യൽ ആന്ത്രോപോളജി എന്താണ്, ഒരു സയൻസ് ആയിട്ട്
കരുതുകയും അദ്ദേഹത്തിന്റെ ഘടനാപരമായ പ്രവർത്തന സമീപനവും സാമൂഹ്യ നരവംശ ശാസ്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ വിശ്വാസവും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു ഉപന്യാസങ്ങളുടെ ഒരു ശേഖരണം അല്ലെങ്കിൽ ഒരു എസ്സേസിന് അദ്ദേഹത്തിന്റെ ഒരു എസ്സേയുടെ ഒരു കളക്ഷൻ ആണ് ഈ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷൻ ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റിയിലൂടെ ആ ഒരു ബുക്ക് വർക്കിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനമായും ഇദ്ദേഹത്തിന്റെ ബ്രൗണിന്റെ പ്രധാനപ്പെട്ട വർക്കുകളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ആൻഡമാൻ ഐസ്ലാൻഡേഴ്സ് ആൻഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റീസ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ അക്കംപ്ലിഷ്മെന്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റാഡ്ക്ലിഫ് ബ്രൗൺ സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതുപോലെ തന്നെ ക്യാപ് ടൗൺ യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിവയുൾപ്പെടെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അക്കാഡമിക് സ്ഥാപനം അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ, അക്കാഡമിക് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അക്കാഡമിക് പൊസിഷൻ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്നത്. അപ്പം പ്രശസ്തമായിട്ടുള്ള സിഡ്നി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ക്യാപ് ടൗൺ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രശസ്തമായിട്ട് ഒരു അക്കാഡമിക് പൊസിഷൻ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് റാഡ്ക്ലിഫ് ബ്രൗൺ. His ideas laid the groundwork for subsequent studies in social anthropology, although he did not receive prominent awards. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖമായിട്ട് അദ്ദേഹത്തിന് അവാർഡുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും സാമൂഹിക നരവംശ ശാസ്ത്രത്തില് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രോപോളജിയിൽ തുടർന്നുള്ള പഠനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വളരെയധികം സംഭാവന നൽകുന്നു അല്ലെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ AR റാഡ്ക്ലിഫ് ബ്രൗൺ ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആണ്, നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഈസ് എ ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് എക്സ്പാൻഡഡ് അപ്പോൺ Malinowski's work by focusing on structural functionalism, which examined the structural social systems and function of their components. അപ്പൊ അദ്ദേഹം എന്താണ് മലിനോസ്കി പറഞ്ഞ കാര്യങ്ങളെ, മലിനോസ്കിയുടെ ആശയങ്ങളെയൊക്കെ കൃതികളെയൊക്കെ വിപുലീകരിച്ചുകൊണ്ട് സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തെ കുറച്ചുകൂടി എന്താണ് അവിടെ സ്ട്രക്ചറിനെ കൂടി ഘടനയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ആശയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആന്ത്രോപോളജിയിൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് നമുക്ക് പറയാം. അദ്ദേഹം പറയുന്നത് എന്താണ്, സൊസൈറ്റിയുടെ നിരവധി പാർട്സുകളുണ്ട്. ഈ പാർട്സുകൾ എങ്ങനെയാണത്, ഈ പാർട്സുകളുടെ ഒരു അറേഞ്ച്മെന്റ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചറുടെ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്, ഈ പാർട്ടുകളുടെ ബെറ്റർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സോഷ്യൽ ഓർഡർ, സോഷ്യൽ സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. റാഡ്ക്ലിഫ് ബ്രൗൺ സ്ട്രക്ചർ ഓഫ് ഫങ്ഷണലിസം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ emphasis on social structures such as kinship system, political institution, and how they function collectively to uphold societal equilibrium. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകൾ, അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു ആശയം ഇത് സാമൂഹിക ഘടനയ്ക്ക് ഊന്നൽ നൽകുന്നതാണ്. അതുപോലെ തന്നെ ബന്ധുത്വ സംവിധാനം, കിൻഷിപ്പ് സിസ്റ്റം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവ സാമൂഹിക സന്തുലിതാവസ്ഥ ഉയർത്തിപ്പിടിക്കാൻ എങ്ങനെയാണ് കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നത്, ഈ സോഷ്യൽ സ്ട്രക്ചറുകളൊക്കെ അതൊക്കെ എക്സാമ്പിൾ ആയിട്ടാണ് ഈ കിൻഷിപ്പ്, മാരേജ്, അതുപോലുള്ള ഈ എന്താണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ സ്ട്രക്ചറുടെ എക്സാമ്പിൾ ആണ്. ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഒരു കളക്റ്റീവായിട്ട് ആൾക്കാരെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിന്, കൂട്ടായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ കളക്റ്റീവായിട്ട് ഒരു സൊസൈറ്റൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു ഈ സ്ട്രക്ചർ എന്നുള്ള കാര്യമാണ്. സ്ട്രക്ചർ ആയിട്ടുള്ള ഈ കിൻഷിപ്പ് സിസ്റ്റം, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറൊക്കെ ഈ സാമൂഹിക ഘടനയാണ്. ഈ സാമൂഹിക ഘടന എങ്ങനെ സമൂഹത്തിലെ ഒരു സന്തുലിതാവസ്ഥ, സൊസൈറ്റൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വർക്കിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്ത് പറയുന്നത്. He saw social institutions as necessary for maintaining the social organism, leaving society as a coherent system of interrelated parts. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് സമൂഹത്തെ പരസ്പര ബന്ധിതമായിട്ടുള്ള ഭാഗങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമായിട്ട് അദ്ദേഹം വീക്ഷിക്കുകയും സമൂഹത്തിലെ ഈ വശങ്ങൾ തുടർച്ചയ്ക്കും അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഓർഡർ ക്രമത്തിനും ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നുള്ളതിലാണ് അദ്ദേഹം മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഹി സോ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, he saw social institution as necessary for maintaining the social organism, viewing society as a coherent system of interrelated parts. റാഡ്ക്ലിഫ് Brown's work influenced the study of kinship, social organization, and rituals, focusing on the way these aspects of society contribute to continuity and order.
മറ്റൊരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആണ് ടാൽകോട്ട് പാസൺ. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. 1902 ഡിസംബർ 13 കൊളറാഡോ USA അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് ജർമ്മനിയിലെ മുനിച്ചിൽ വെച്ചിട്ടാണ്. 1979 മെയ് 8 മരണപ്പെടുന്നത്. ഓക്കെ, ആ ഇയറും പ്ലേസും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം സ്ട്രക്ചറൽ ഫങ്ഷണലിസം. അതായത് പാസൺ ഈസ് റിനൗണ്ട് ഫോർ ഹെർ സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഫ്രെയിംവർക്ക്, പർട്ടിക്കുലർലി ഇത് അഗിൽ മോഡൽ. അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം അഗിൽ മോഡൽ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിന് നമ്മൾ ഗെയിൽ മോഡൽ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സാമൂഹിക സ്ഥിരതയ്ക്കായിട്ട് എല്ലാ സമൂഹങ്ങളും ചില പ്രവർത്തനങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് അദ്ദേഹം ഈ അഗിൽ മോഡലിലൂടെ പറയുന്നത്, അല്ലെങ്കിൽ ഗെയിൽ മോഡലിലൂടെ പറയുന്നത്. അതിൽ A ഫോർ അഡാപ്റ്റേഷൻ, G ഫോർ ഗോൾ അറ്റൈൻമെന്റ്, I ഫോർ ഇന്റഗ്രേഷൻ, L ഫോർ ലാറ്റൻസി. അതായത് പൊരുത്തപ്പെടൽ, ലക്ഷ്യപ്രാപ്തി, എന്താണ് ഏകീകരണം, ലേറ്റൻസി, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹിക സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സമൂഹങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? ടാൽകോട്ട് പാസൺ പറയുന്നത്. സോ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാടുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് അഗിൽ മോഡൽ. അപ്പൊ ഈച്ച് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺട്രിബ്യൂട്ട് ടു ഫുൾഫില്ലിംഗ് വൺ ഓർ മോർ ഓഫ് ദീസ് ഫങ്ഷൻസ്. ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനം ഒന്നോ അതിലധികമോ പ്രവർത്തന ഫങ്ഷൻസുകൾ, അഡാപ്റ്റേഷൻ, ഗോൾ അറ്റൈൻമെന്റ്, ഇന്റഗ്രേഷൻ, ലാറ്റൻസി, ഇതുപോലെയുള്ള ഒന്നോ അതിലധികമോ ആയിട്ടുള്ള ഫങ്ഷൻസുകൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിസ് തിയറി വാസ് ഡെവലപ്ഡ് ഓവർ ഹിസ് കരിയർ വിത്ത് എ നോട്ടബിൾ ഫോക്കസ് ഓൺ ദിസ് മോഡൽ ഫ്രം ദ 1940s to the 1950s, profoundly influencing sociological thoughts. അപ്പൊ സോഷ്യോളജിക്കൽ തോട്ട്സിൽ ഏറ്റവും അധികം അദ്ദേഹത്തിന് ഈ ഒരു മോഡൽ, അഗിൽ മോഡൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് 1940s to 1950 ആ ഒരു കാലഘട്ടത്തിൽ സോഷ്യോളജിക്കൽ തോട്ട്സിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിന്റെ ഈ അഗിൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ. 1937 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. എ സെമിനൽ വർക്ക് ദാറ്റ് ഔട്ട്ലൈൻസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ തിയറി. അപ്പോൾ സാമൂഹ്യ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാന കൃതിയാണ് സ്ട്രക്ചറൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു വർക്ക് സോഷ്യൽ സിസ്റ്റം ആണ്. 1951 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഇതിലൂടെ ടു എക്സ്പാൻഡ് ഓൺ ഹെർ സ്ട്രക്ചറൽ ഫങ്ഷണൽ ഫ്രെയിംവർക്ക് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് അഗിൽ മോഡൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഘടനാപരമായ പ്രവർത്തന ചട്ടക്കൂട് വികസിപ്പിക്കുകയും അഗിൽ മോഡൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വോക്കിലൂടെയാണ്. ടുവേർഡ് എ ജനറൽ തിയറി ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്ക്. അതും 1951 വിത്ത് എഡ്വാർഡ് എ ഷിൽസുമായി ചേർന്നിട്ടാണ് അദ്ദേഹം ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബുക്ക് എഴുതുന്നത്. ഓക്കെ, 1951 വിത്ത് എഡ്വാർഡ് എ ഷിൽസുമായിട്ട് ജോയിൻ ആയിട്ടാണ് ഈ ബുക്ക് എഴുതുന്നത്. ആൻഡ് ഇതിലൂടെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തത് ദ ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ആക്ഷൻ. ഓക്കെ, സോഷ്യൽ ആക്ഷൻ, സാമൂഹിക പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ചട്ടക്കൂട് പരിവേഷണം ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി. സോഷ്യൽ ആക്ഷനെ കുറിച്ച് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വർക്കിലൂടെ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ നോട്ട് ചെയ്യുക. സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ, അതുപോലെ ദ സോഷ്യൽ സിസ്റ്റം, ടുവേർഡ് എ ജനറൽ തിയറി ഓഫ് ആക്ഷൻ. ഇത് 3 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് നോക്കുകയാണെങ്കിൽ പാസൺ വാസ് എ ഹൈലി respected figure in sociology, serving as the president of the American Sociological Association and receiving numerous honorary degrees. His contribution earned his a significant legacy in the field through no formal award or honors beyond academic positions. അപ്പോൾ അമേരിക്കൻ സോഷ്യോളജിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുകയും നിരവധി ഓണററി ബിരുദങ്ങൾ നേടുകയും ചെയ്ത പാസൺസ് സാമൂഹ്യ ശാസ്ത്രത്തിൽ സോഷ്യോളജിയിൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അക്കാഡമിക് സ്ഥാനങ്ങൾക്കപ്പുറം ഔപചാരികമായിട്ടുള്ള അവാർഡുകളൊന്നും തന്നെ, അല്ലെങ്കിൽ അവാർഡുകളോ ബഹുമതികളോ ഒന്നും അദ്ദേഹത്തിന് നേടിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ സോഷ്യോളജിയിൽ ആ ഒരു മേഖലയിൽ ഒരു പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ ടാൽകോട്ട് പാസൺ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് അല്ലെ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ടാൽകോട്ട് പാസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഹി എക്സ്റ്റെൻഡഡ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം അപ്രോച്ച് ടു ബ്രോഡ് ഇൻ സോഷ്യോളജിക്കൽ ഫ്രെയിംവർക്ക്. അപ്പം സോഷ്യോളജിയിൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ടാൽകോട്ട് പാസൺ ആണ്. നമ്മൾ പറഞ്ഞു ബ്രൗൺ ആന്ത്രോപോളജിയിലാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ സോഷ്യോളജിക്കൽ ഫ്രെയിംവർക്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തി ടാൽകോട്ട് പാസൺ ആണ്. ആൻഡ് എംഫസൈസ് ദ ഐഡിയ സിസ്റ്റമിക് എക്വിലിബ്രിയം.
അദ്ദേഹത്തിന്റെ ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിനായിട്ടുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്തു. സിസ്റ്റമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്തു. ആൻഡ് ഇതിലൂടെ ഈ പ്രൊപ്പോസസ് ദാറ്റ് സൊസൈറ്റി ഈസ് ആൻ ഇന്റർ ഡിപ്പെൻഡന്റ് സിസ്റ്റം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ഐഡിയയിലൂടെ, സിസ്റ്റമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ ഒരു ഐഡിയയിലൂടെ അദ്ദേഹം പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പെൻഡന്റ് സിസ്റ്റം ആണ്, കമ്പോസ്ഡ് ഓഫ് 4 എസെൻഷ്യൽ ഫങ്ഷൻസ്. അപ്പൊ ഇതിൽ എന്താണ് 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളാൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർ ഡിപ്പെൻഡന്റ് സിസ്റ്റമാണ് സമൂഹം എന്നാണ് അദ്ദേഹം സിസ്റ്റമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിലൂടെ മെയിൻലി പറയുന്നത്. ആ 4 ഫങ്ഷൻസും ഏതാണ്? അഡാപ്റ്റേഷൻ, ഗോൾ അറ്റൈൻമെന്റ്, ഇന്റഗ്രേഷൻ ആൻഡ് ലേറ്റൻസി. ഇതിനെയാണ് അദ്ദേഹം അഗിൽ മോഡൽ എന്നുള്ള രീതിക്ക് ചെയ്തിട്ടുള്ളത്, വിവരിച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ആർ നെസസറി ഫോർ സോഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. ഈ 4 ഫങ്ഷൻസും അത് ഇന്റർഡിപെൻഡന്റ് സിസ്റ്റമാണ്, സൊസൈറ്റിയുടെ ഇന്റർഡിപെൻഡന്റ് സിസ്റ്റമാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഇന്റർഡിപെൻഡന്റ് സിസ്റ്റമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന 4 എസെൻഷ്യൽ ഫങ്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അഡാപ്റ്റേഷൻ, ഗോൾ അറ്റൈൻമെന്റ്, ഇന്റഗ്രേഷൻ ആൻഡ് ലേറ്റൻസി. ഇതിനെ അഗിൽ മോഡൽ എന്ന് അദ്ദേഹം വിളിച്ചു. അപ്പൊ ഈ 4 ഫങ്ഷൻസും എന്താണ്? സോഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സൊസൈറ്റൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പ്രധാനമാണ് എന്നാണ് പാസൺ പറയുന്നത്. അപ്പൊ പാസൺ ആർഗ്യൂഡ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഫാമിലി, എക്കോണമി ആൻഡ് എഡ്യൂക്കേഷൻ പെർഫോം സ്പെസിഫിക് റോൾ ടു സാറ്റിസ്ഫൈ ദീസ് ഫങ്ഷൻസ്. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ സ്ട്രക്ചർ, സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതെന്താണ്? ഫാമിലി, എക്കോണമി, എഡ്യൂക്കേഷൻ, അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, സോഷ്യൽ ഫാക്ട്സുകൾ, ഇതെല്ലാം സോഷ്യൽ സ്ട്രക്ചറുകളാണ്. അപ്പൊ ഈ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്കോണമി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ, ഇതുപോലുള്ള ഈ സോഷ്യൽ സ്ട്രക്ചറുകളെല്ലാം തന്നെ സൊസൈറ്റിയിൽ എന്താണ് പെർഫോം സ്പെസിഫിക് റോൾ ടു സാറ്റിസ്ഫൈ ദീസ് ഫങ്ഷൻ. അപ്പൊ ഈ ഫങ്ഷൻസുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ഒരുപാട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റോൾ വഹിക്കുന്നതാണ് ഈ ഫാമിലി, എക്കോണമി, എഡ്യൂക്കേഷൻ പോലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ അല്ലെങ്കിൽ ഈ സ്ട്രക്ചേഴ്സുകൾ എന്നാണ് പാസൺ പറയുന്നത്. And for instance, the family institution addresses the needs for socialization, while the economic institution focuses on adaptation. Parsons' theory provides a comprehensive model for understanding how society function and adapt over time, influencing research in sociology and ethics. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി. ഫാമിലിയിൽ എന്താണ്? ഒരു സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസ് ഓൺ അഡാപ്റ്റേഷൻ. സോ ഇതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്? സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ്, സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിലെല്ലാം ഓരോ റോളുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം സോഷ്യൽ സ്റ്റെബിലിറ്റി, ഓർഡർ, കണ്ടിന്യൂറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് പാസൺ പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്ത മറ്റൊരു വ്യക്തിയാണ് റോബർട്ട് കോ മെർട്ടൺ. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. 1910 ജൂലൈ 4 ഫിലാഡൽഫിയ USA അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് 2003 ഫെബ്രുവരി 23 ന്യൂയോർക്ക് സിറ്റി USA വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം, അപ്പോൾ മെർട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഡിസ്ഫങ്ഷൻ ആണ്. മാനിഫെസ്റ്റ് ആൻഡ് ലൈറ്റന്റ് ഫങ്ഷൻ. ഡിസ്ഫങ്ഷനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് സോഷ്യോളജി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലെ? അതായിരിക്കും മെയിൻലി അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ റോബർട്ട് കോ മെർട്ടനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. And Merton is well known for refining structural functionalism through his concept of manifest and latent function and a concept of dysfunction. അപ്പോൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ റോബർട്ട് കോ മെർട്ടൺ അദ്ദേഹത്തിന്റെ ആശയം, അതായത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു പെർസ്പെക്റ്റീവ് അധികം വിവരിച്ചത് അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റ് ആൻഡ് ലൈറ്റന്റ് ഫങ്ഷനും അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളിലൂടെയാണ് ഈ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഹി ആർഗ്യൂഡ് ദാറ്റ് സോഷ്യൽ പ്രാക്ടീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബോത്ത് ഇന്റൻഡഡ് മാനിഫെസ്റ്റ് ആൻഡ് അൺഇന്റൻഡഡ് ലൈറ്റന്റ് ഫങ്ഷൻസ്. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ പ്രാക്ടീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ അതായത് ഹാവ് ബോത്ത് ഇന്റൻഡഡ് മാനിഫെസ്റ്റ് ആൻഡ് അൺഇന്റൻഡഡ് ലൈറ്റന്റ് ഫങ്ഷൻസ്. ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ പ്രാക്ടീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ 2 ഭാഗങ്ങളുണ്ടാകും. അതായത് മാനിഫെസ്റ്റ് ഫങ്ഷൻ ഉണ്ടാകാം, ലൈറ്റന്റ് ഫങ്ഷൻ ഉണ്ടാകാം. അപ്പൊ ഇന്റൻഡഡ് ആയിട്ടുള്ള ഫങ്ഷനെയാണ് മാനിഫെസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അൺഇന്റൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ലൈറ്റന്റ് ഫങ്ഷൻ എന്നും പറയുന്നു. And additionally, Merton suggests that not all societal elements contribute positively
to stability, introducing the idea of dysfunction to highlight social pattern that may disrupt equilibrium. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സൊസൈറ്റിയിലുള്ള എല്ലാ എലമെന്റ്സും സൊസൈറ്റിക്ക് പോസിറ്റീവായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് സൊസൈറ്റിയുടെ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. സൊസൈറ്റിയിലുള്ള എല്ലാ സൊസൈറ്റിയൽ എലമെന്റ്സിനും പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല, സോഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാ സൊസൈറ്റിയൽ എലമെന്റ്സിനും കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. So, he introducing the idea of dysfunction to highlight social pattern that may disrupt equilibrium. അതായത് ഇക്വിലിബ്രിയത്തെ, സൊസൈറ്റിയൽ ഇക്വിലിബ്രിയത്തെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന പാറ്റേൺസുകളെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. So, these ideas were developed in the 1940s and 1950s and become fundamental in understanding complex social systems. അതായത് സങ്കീർണമായിട്ടുള്ള സാമൂഹിക സമ്പ്രദായത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാടുകൾ 1940s and 1950s സോഷ്യോളജിയിൽ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് സൊസൈറ്റൽ സിസ്റ്റത്തെ കുറിച്ച്, സങ്കീർണമായിട്ടുള്ള സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഡിസ്ഫങ്ഷനും മാനിഫെസ്റ്റേഷൻ ഫംഗ്ഷനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം കേട്ടോ. ആൻഡ് മോർട്ടന്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ആണ്. 1949 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് വർക്ക് ഇൻട്രൊഡ്യൂസിംഗ് ഹിസ് തിയറീസ് ഓൺ മാനിഫെസ്റ്റ് ആൻഡ് ലൈറ്റന്റ് ഫംഗ്ഷൻ ആസ് വെൽ ആസ് ഡിസ്ഫങ്ഷൻ. ഇപ്പോൾ ഡിസ്ഫങ്ഷനെ കുറിച്ചും ലൈറ്റന്റ് ആൻഡ് മാനിഫെസ്റ്റ് ഫംഗ്ഷനെ കുറിച്ചിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഇതെന്ന് പറയുന്നത് സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളത്. സെക്കൻഡ് വൺ ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ഗെയിംസ്. 1965 ഇത് പബ്ലിഷ് ചെയ്തത്. ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് ഇന്റലക്ച്വൽ ഹിസ്റ്ററി ആൻഡ് സയന്റിഫിക് ഐഡിയാസ്. ഇന്റലക്ച്വൽ ഹിസ്റ്ററിയെ കുറിച്ച് അതുപോലെ സയന്റിഫിക് ഐഡിയാസിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ഓൺ ദ ഷോൾഡർ ഓഫ് ഗെയിംസ് എന്ന് പറയുന്നത്. മറ്റൊരു വർക്ക് ദ സോഷ്യോളജി ഓഫ് സയൻസ് 1973 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എക്സാമിൻ സയന്റിഫിക് കമ്മ്യൂണിറ്റീസ് ആൻഡ് നോർംസ് വിത്തിൻ സയന്റിഫിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ സയന്റിഫിക് ഫീൽഡ്സിനെ കുറിച്ച്, സയന്റിഫിക് കമ്മ്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ എക്സാമിൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് സോഷ്യോളജി ഓഫ് സയൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ഓൺ ദ ഷോൾഡർ ഓഫ് ഗെയിംസ്, ദ സോഷ്യോളജി ഓഫ് സയൻസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, next awards and honors ആണ്. അപ്പോൾ Merton received several prestigious awards including the National Medal of Science 1994 and American Sociological Association's Distinguished Careers Awards. His theories and publications have cemented his reputation as one of the most influential sociologists of the 20th century. അദ്ദേഹത്തിന് ഒരുപാട്, അതായത് പ്രധാനപ്പെട്ട ചില നൊട്ടബിൾ അവാർഡ്സ് ഒക്കെ നാഷണൽ മെഡൽ ഓഫ് സയൻസിൽ 1994 അദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിച്ചു. അമേരിക്കൻ സോഷ്യോളജിക്കൽ അസോസിയേഷൻ കരിയർ അവാർഡ്സ് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അതുപോലെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ 20th സെഞ്ചുറിയിലെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു സോഷ്യോളജിസ്റ്റുകളിൽ ഒരാളാക്കി മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ. ഓക്കെ, ആൻഡ് റോബർട്ട് കെ മോർട്ടനെ കുറിച്ചിട്ട് നമ്മൾ ഇത്രകാലം പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. And further refined structural functionalism with his concept of manifest and latent function. He argued that social practices and institutions have both intended and unintended consequences, with he termed manifest intended and latent unintended functions. അപ്പോൾ മെർട്ടൺ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് മാനിഫെസ്റ്റ് ആൻഡ് ലൈറ്റന്റ് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഹി ആർഗ്യൂഡ് ദാറ്റ് സോഷ്യൽ പ്രാക്ടീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബോത്ത് ഇന്റൻഡഡ് ആൻഡ് അൺഇന്റൻഡഡ്. അതായത് സോഷ്യൽ പ്രാക്ടീസസ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹികമായിട്ടുള്ള ആചാരങ്ങളെ സോഷ്യൽ പ്രാക്ടീസസ് ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് അത് ഇന്റൻഡഡ് ആയിട്ടുള്ളതുമുണ്ട് അൺഇന്റൻഡഡ് ആയിട്ടുള്ളതുമുണ്ട്. ഓക്കെ, ഇന്റൻഡഡ് ആയിട്ടുള്ള സോഷ്യൽ പ്രാക്ടീസസിനെ മാനിഫെസ്റ്റ് എന്നും അൺഇന്റൻഡഡ് ആയിട്ടുള്ള ഫംഗ്ഷനെ ലൈറ്റന്റ് ഫംഗ്ഷൻ എന്നിങ്ങനെ രണ്ട് തരത്തിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റ് ലൈറ്റന്റ് ഫംഗ്ഷനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മെർട്ടൺ ആൾസോ ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ഡിസ്ഫങ്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ഡിസ്ഫങ്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വിത്തിൻ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം സജസ്റ്റഡ് ദാറ്റ് നോട്ട് ഓൾ എലമെന്റ് ഓഫ് സൊസൈറ്റി contribute positively to its stability. He posited that certain practices or institutions might disrupt social order, and I notion that challenge and traditional structure functionalist assumption that all societal components are inherently functional.
For Merton works thus broadened the structural functionalistic perspective by recognizing complexity and contradictions within social system. നെക്സ്റ്റ് ആശയം എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ച്, തിയററ്റിക്കൽ അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. It's primarily focused associated with the study of culture, language and society, originating in linguistic theory but later expanding to anthropology. And structuralists focus on underlying structures that shape human culture and behavior, viewing cultural phenomena as expressions of deep-seated universal structures of the human mind. But rather than examining functions as structural functionalism, structuralism emphasizes patterns and systems that govern cultural symbols and meanings. ആൻഡ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫങ്ഷണലിസ്റ്റുകളെ പോലെ സൊസൈറ്റിയിൽ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതല്ല. സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് പാർട്സുകളുണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ അറേഞ്ച്മെന്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആ സ്ട്രക്ചറലിസ്റ്റ് ഫോക്കസ് ഓൺ അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഷേപ്പ് ഹ്യൂമൻ കൾച്ചർ ആൻഡ് ബിഹേവിയർ. എങ്ങനെയാണ് മനുഷ്യ സംസ്കാരത്തെയും മനുഷ്യ പെരുമാറ്റത്തിലും എന്താണ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന, സാമൂഹിക ഘടന സ്വാധീനിക്കുന്നത്. അതുപോലെ തന്നെ കൾച്ചറൽ ഫിനോമിന ആസ് എക്സ്പ്രഷൻ ഓഫ് ഡീപ് seated universal structure of human mind എന്നാണ് സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ മെയിൻലി ഇവർ നോക്കുന്നത് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നതിനേക്കാൾ ഉപരി സോഷ്യൽ സ്ട്രക്ചറിന്, സാമൂഹിക ഘടനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സ്ട്രക്ചറലിസ്റ്റുകൾ അവരുടെ കോൺട്രിബ്യൂഷൻസുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്ട്രക്ചറലിസ്റ്റ് എന്ന് പറയുന്നത് ക്ലൗഡ് ലെവി-സ്ട്രോസ് ആണ്. He is the most influential figure associated with the structuralism, whose work revolutionized anthropology's approach to understanding culture by focusing on the symbolic and structural aspects of human life. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ട്രക്ചറലിസ്റ്റുകൾ എന്താണ്, സാമൂഹികത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഫങ്ഷനിലെ പ്രാധാന്യം കൊടുക്കാണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക ചിഹ്നങ്ങളെയും അർത്ഥങ്ങളെയും നിയന്ത്രിക്കുന്ന പാറ്റേണുകൾക്കും സംവിധാനങ്ങൾക്കും ഒക്കെ ഒന്ന് നൽകിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു സ്ട്രക്ചറലിസം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറലിസ്റ്റാണ് ക്ലൗഡ് ലെവി-സ്ട്രോസ് എന്ന് പറയുന്ന വ്യക്തി. മനുഷ്യ ജീവിതത്തിന്റെ പ്രതീകാത്മകവും ഘടനാപരവുമായ വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്കാരത്തെ മനസ്സിലാക്കുന്നതിനുള്ള നരവംശാസ്ത്രത്തിന്റെ സമീപനത്തെ വിപ്ലവകരമാക്കി മാറ്റിയ ഘടനാവാദവുമായിട്ട് അല്ലെങ്കിൽ ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച് നരവംശാസ്ത്രത്തെ, ആന്ത്രോപോളജി വിപ്ലവകരമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ക്ലൗഡ് ലെവി-സ്ട്രോസ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ആന്ത്രോപോളജിസ്റ്റ് ആണ്. ജനിക്കുന്നത് നവംബർ 28, 1908 ബ്രസൽസ്, ബെൽജിയത്തിലാണ്. മരണപ്പെടുന്നത് ഒക്ടോബർ 30, 2009 പാരീസ്, ഫ്രാൻസിലാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ആന്ത്രോപോളജിയിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ സ്ട്രക്ചറലിസത്തിലൂടെ അദ്ദേഹം പറയുന്നത് which possesses that universal mental structure shape culture expression and symbols. അപ്പൊ അദ്ദേഹം പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള മനുഷ്യന്റെ കൾച്ചറൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സിമ്പിൾസ് ഇതിനെയൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ട് യൂണിവേഴ്സൽ മെന്റൽ സ്ട്രക്ചേഴ്സ് ആണ് അത്, അല്ലെങ്കിൽ സാർവത്രികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഘടനകളാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ കൾച്ചറൽ എക്സ്പ്രഷൻസ്, സിമ്പിൾസ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. സാർവത്രിക മാനസിക ഘടനകൾ സാംസ്കാരിക ആവിഷ്കാരങ്ങളെയും ചിഹ്നങ്ങളെയും രൂപപ്പെടുത്തുന്നുവെന്നാണ് നരവംശാസ്ത്രത്തിലെ ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച ലെവി-സ്ട്രോസ് പറയുന്നത്. His work focused on identifying underlying structures, particularly binary oppositions. അപ്പോൾ അദ്ദേഹം ഈ സ്ട്രക്ചറിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ബൈനറി ഒപ്പോസിഷൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നാച്ചുറൽ വിസസ് കൾച്ചർ, പ്രകൃതിയും സംസ്കാരവും, അതുപോലെ തന്നെ റോ വിസസ് കുക്ക്ഡ്, അതായത് അസംസ്കൃതമായിട്ടുള്ളതും മീൻസ് കുക്ക്ഡ് ആയിട്ടുള്ളതായി ഇതും, അതുതന്നെ ആ ഒരു ബൈനറി ഒപ്പോസിഷൻസ് ആയി നിൽക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് അദ്ദേഹം പഠനം നടത്തി. ദാറ്റ് ഓർഗനൈസ് ഹ്യൂമൻ തോട്ട്സ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ്. അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തിൽ ഇങ്ങനെ ബൈനറി ഒപ്പോസിഷൻസുകൾ ഉണ്ട്. സോ ഇത് എന്താണ്, ഹ്യൂമൻ തോട്ട്സ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ്, മാനസിക ഘടനകൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ കൾച്ചറൽ പ്രാക്ടീസസിനെയും അവരുടെ ചിന്താഗതികളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ്, മെന്റൽ സ്ട്രക്ചേഴ്സ്, യൂണിവേഴ്സൽ മെന്റൽ സ്ട്രക്ചേഴ്സ് എല്ലാ സമൂഹത്തിലും ഇത് കോമൺ ആയിട്ട് കാണും. ഈ ബൈനറി ഒപ്പോസിഷൻസ് കാണും. ഇത് മനുഷ്യരുടെ ചിന്താഗതികളെയും കൾച്ചറൽ പ്രാക്ടീസസിനെയും എന്ത് ചെയ്യും, അത് ഓർഗനൈസ് ചെയ്യുമെന്നാണ് ലെവി-സ്ട്രോസ് പറയുന്നത്. But he formulated his ideas on structuralism in the 1950s and 1960s, drawing in linguistic theories by Bernard de Saussure.
ഓക്കെ. അപ്പോൾ എന്താ 1980കളിലും 1960കളിലും ഫെർണാഡ് ഡി സൊഷ്യൂറിന്റെ ഭാഷാപരമായ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം ലെവി സ്ട്രോസ് എന്താണ് സ്ട്രക്ചറലിസത്തെ കുറിച്ചുള്ള തന്റെ ആശയങ്ങൾ രൂപപ്പെടുത്തുകയുണ്ടായി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ലെവി സ്ട്രോസ് പറയുന്നത് സമൂഹത്തിൽ എന്താ അടിസ്ഥാന ഘടനകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ചും അവിടെ ബൈനറി ഒപ്പോസിഷൻസുകളുണ്ട്. അതിനെ തിരിച്ചറിയുന്നതിലാണ് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെവി സ്ട്രോസിന്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആന്ത്രോപോളജി 1958 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് എസ്സേസ് ഔട്ട്ലൈനിങ് എ സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച്, അദ്ദേഹത്തിന്റെ ഘടനാപരമായിട്ടുള്ള ഒരു അപ്രോച്ചിനെ വിവരിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ എന്താണ് എസ്സേസ് ഒക്കെ കൂടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ആക്കിയിട്ടുള്ളതാണ് ഈ സ്ട്രക്ചറൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ബുക്ക്. ആൻഡ് മറ്റൊരു വർക്ക് എന്ന് പറയുന്നത് ദ സേവേജ് മൈൻഡ് 1962 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എക്സാമിൻ ഹൗ പ്രിമിറ്റീവ് തോട്ട്സ് ഈസ് സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിലൂടെ മെയിൻലി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാകൃത ചിന്ത എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും ക്രമീകരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പ്രാകൃതമായിട്ടുള്ള ചിന്ത എന്നുള്ളതാണ് മെയിൻലി ഈ സേവേജ് മൈൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മറ്റൊരു ബുക്കാണ് മിത്തോളജിക്സ് എന്ന് പറയുന്നത്. ഇതിലൂടെ അദ്ദേഹം ഇതൊരു 4 വോളിയം സീരീസ് ആണ്. ഓക്കെ. 1964 to 1971 4 വോളിയമായിട്ടാണ് ഈ ഒരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. A monumental analysis of myths across different culture showing structural patterns in storytelling. അതായത് ഇദ്ദേഹം കൂടുതലും എന്താണ് ഘടനയെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അതിലെ മനുഷ്യന്റെ ചിന്തകളെയും സാംസ്കാരിക സമ്പ്രദായങ്ങളെയും സംഘടിപ്പിക്കുന്ന അടിസ്ഥാന ഘടനകളെ കുറിച്ച് മനസ്സിലാക്കുക, അതില് എന്താണ് മനുഷ്യ മനസ്സുകളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ മിത്തുകളെ കുറിച്ചിട്ട്, അതിന് അത്തരത്തിൽ കൾച്ചറൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ലെവി സ്ട്രോസ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഈ മിത്തോളജിക്സ് എന്ന് പറയുന്ന ഈ ബുക്കില് അദ്ദേഹം പറയുന്നത് വ്യത്യസ്ത സംസ്കാരങ്ങളെ കുറിച്ചുള്ള മിത്തുകളുടെ ഒരു സ്മാരക വിശകലനം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുക്കില് ഒരു ഘടനാപരമായിട്ടുള്ള പാറ്റേണിലൂടെ അദ്ദേഹം ഈ മിത്തിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നരവംശാസ്ത്രത്തിൽ അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം ഒരുപാട് എന്താണ് വളരെയധികം ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ലെവി സ്ട്രോസ്. 1973 ഫ്രാൻസ് അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് വെനസ് ഗ്രെയിൻ ഫൗണ്ടേഷന്റെ വിക്കിംഗ് ഫണ്ട് മെഡൽ, അതുപോലെ തന്നെ ഇറാസ്മസ് പ്രൈസ് എന്നിവയുൾപ്പെടെ നിരവധി അഭിമാനകരമായിട്ടുള്ള അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഘടനാപരമായ സിദ്ധാന്തങ്ങൾ നരവംശാസ്ത്രം, സാഹിത്യ സിദ്ധാന്തം, തത്വചിന്ത എന്നിവയിൽ ശാശ്വതമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. Okay, Levi Strauss was highly honored for his contribution to anthropology, and he was selected to the Académie Française in 1973 and received various prestigious awards, including the Venice Green Foundation's Viking Fund Medal and the Erasmus Prize. His structuralist theories have left a lasting impact on anthropology, literary theory, and philosophy. ഇപ്പോൾ ലെവി സ്ട്രോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമറൈസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ് ആണ് ആൻഡ് അപ്ലൈഡ് സ്ട്രക്ചറലിസം ടു ആന്ത്രോപോളജി. അപ്പോൾ ആന്ത്രോപോളജിയിൽ സ്ട്രക്ചറലിസം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഡ്രോവിംഗ് എ ലിംഗ്വിസ്റ്റിക് തിയറീസ് ബൈ ഫെർണാഡ് ഡി സൊഷ്യൂർ. And Levi Strauss argued that human culture are shaped by the structure of human mind. Okay, and which tend to create binary oppositions such as good versus evil, raw versus cooked, or life versus death. അപ്പോൾ മെയിൻലി ലെവി സ്ട്രോസ് എന്താണ് അദ്ദേഹം മനുഷ്യന്റെ ചിന്തയെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്ന മാനസിക ഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ലെവി സ്ട്രോസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ മാനസിക ഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ ഈ ഘടനകൾ എല്ലാ സമൂഹങ്ങളിലും സാർവത്രികമാണ്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചേഴ്സ് എല്ലാ സൊസൈറ്റിയിലും സാർവത്രികമായിട്ട് കാണാൻ കഴിയും എന്നാണ് ലെവി സ്ട്രോസ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകൾ, അതായത് സൃഷ്ടിയായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടികളെല്ലാം ഈ ബൈനറി ഒപ്പോസിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഉദാഹരണം ജീവിതമെങ്കിൽ അതിന്റെ ഒപ്പോസിറ്റ് നിൽക്കുന്നത് മരണമുണ്ട് അല്ലെ. അതുപോലെ തന്നെ പ്രകൃതിക്ക് വേഴ്സസ് സംസ്കാരം, കൾച്ചർ ഉണ്ട് പ്രകൃതി. അപ്പോൾ ഇങ്ങനെ ഒരു ബൈനറി ഒപ്പോസിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യൂസ് ഒക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബൈനറി ഒപ്പോസിഷനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് പോകുന്നത്. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് സാർവത്രികമായിട്ടുള്ള വൈജ്ഞാനിക പാറ്റേണുകളെ അടിസ്ഥാനമാക്കിയാണ് സംസ്കാരം പ്രവർത്തിക്കുന്നത് എന്നാണ് ലെവി സ്ട്രോസ് പറയുന്നത്. അതുപോലെ വൈവിധ്യമാർന്ന സാംസ്കാരിക സമ്പ്രദായങ്ങൾ എന്താണ് ഈ പാറ്റേണുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള
സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ പാറ്റേൺസ് എങ്ങനെ പ്രകടമാക്കുന്നു എന്ന് അദ്ദേഹം ഘടനാപരമായ വിശകലനത്തിലൂടെ അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസിലൂടെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഘടനാപരമായ പ്രവർത്തനവാദികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലെവി സ്ട്രോസ് സാമൂഹിക സ്ഥിരതയോ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചിന്തയുടെ സാർവത്രികമായിട്ടുള്ള പാറ്റേണുകൾ കണ്ടെത്തുന്നതിനാണ് ലെവി സ്ട്രോസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സമീപനം കൂടുതൽ മനഃശാസ്ത്രപരവും പ്രതീകാത്മകവുമായിരുന്നു. ഓക്കെ, അപ്പോ മെയിൻലി അദ്ദേഹം എന്താണ് മനുഷ്യ മനസ്സുകൾക്ക് പ്രാധാന്യം കൊടുത്തു. എല്ലാ മനുഷ്യരും പങ്കിടുന്ന അടിസ്ഥാന വൈജ്ഞാനിക പ്രക്രിയകളെ കുറിച്ച് പരിശോധിക്കാനാണ് ലെവി സ്ട്രോസ് കൂടുതലും പ്രാധാന്യം കൊടുത്തത്. അതായത് മനുഷ്യ മനസ്സുകളെ കുറിച്ചും മിത്തുകളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പഠനം നടത്തിയിരുന്നത് എന്നുള്ളത് ഓർക്കുക. സ്ട്രക്ചറൽ ഫങ്ഷണലിസം ആയിരുന്നാലും സ്ട്രക്ചറലിസം ആയിരുന്നാലും ഓഫർ ഡിസ്റ്റിങ് കോംപ്ലിമെന്ററി ഇൻസൈറ്റ്സ് ഇൻ സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് കൾച്ചറൽ സിസ്റ്റം. അപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ള സോഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ചും സാംസ്കാരികമായിട്ടുള്ള സമ്പ്രദായങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളായിരുന്നു സ്ട്രക്ചറൽ ഫങ്ഷണലിസവും സ്ട്രക്ചറലിസവും. The structural functionalism focuses on how societal components work together to maintain stability and meet collective needs, where structuralism emphasizes mental structures underlying cultural expression and symbols. അപ്പോൾ ഇവിടെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റൽ കമ്പോണൻസുകൾ ഒരുമിച്ച് ഏകീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്, അതിലൂടെ എങ്ങനെ സോഷ്യൽ ഓർഡർ സോഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്, കൂട്ടായിട്ട് എങ്ങനെ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുന്നു എന്നുള്ളതാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ സ്ട്രക്ചറലിസത്തിലൂടെ എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? മെന്റൽ സ്ട്രക്ചർ അണ്ടർലൈൻ കൾച്ചറൽ എക്സ്പ്രഷൻ ആൻഡ് സിംബൽസ്. എങ്ങനെയാണ് മാനസികമായിട്ടുള്ള മെന്റൽ സ്ട്രക്ചർ എങ്ങനെയാണ് സാംസ്കാരികമായിട്ടുള്ള എക്സ്പ്രഷനെയും സിംബൽസിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് മെയിൻലി സ്ട്രക്ചറലിസ്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ടുഗദർ ദീസ് തിയറീസ് ഹാവ് profoundly shaped the social sciences by providing framework to study social order, cultural pattern and role of institution എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം, അതുപോലെ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന രണ്ട് ആശയങ്ങളെ കുറിച്ച്, പെർസ്പെക്റ്റീവിനെ കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട വക്താക്കളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നന്നായിട്ട് പഠിക്കാം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, then thank you all.